ഓം വിഘ്നേശ്വരം വിഘ്നശാന്തി വാണീം വാചഃ പ്രവർത്തയേ ഗുരൂൻ ഗൂഢാർത്ഥപാനായ പ്രണമാമി പുനഃ പുനഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധമാനന്ദദാനാമൃതപാരിജാതം മനുഷ്യപദ്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൃദാനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. അഭിവന്ദ്യരായ എല്ലാ ശ്രോതാക്കൾക്കും സാദര നമസ്കാരം. കർക്കിടകമാസ രാമായണ പാരായണത്തിൻ്റെ 11ാം ദിനമായ ഇന്നത്തെ പാരായണം തുടങ്ങുന്നത് ആരണ്യകാണ്ഡത്തിലാണ്. അതിൽ 550 വരി വരെ പാരായണം ചെയ്ത് നമുക്കിന്ന് സമർപ്പിക്കാം. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ആരണ്യകാണ്ഡം. ബാലികേ ശുകകുലമൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ. നീലനീരത നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദളലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ച് സാരമായൊരു മുക്തി സാധനം രസായനം. ഭാരതീ ഗുണം തവ പാരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ഫാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചല മകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാരാമനദ്വയനേകനവ്യയനഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. മഹാരണ്യപ്രവേശം.
പ്രത്യുഷശുദ്ധായതൻ നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ടരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിന് ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കേണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം. അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കണം. ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യമാത്രിമാമുനി കേട്ടു. തിങ്ങിയിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നത് ആരുള്ളതഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട. വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനിതാനും ഒട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോട്. രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണമാന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പർണശാല പുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാമാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോട് അരുളി ചെയ്തു രാമൻ. ഇന്നതി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം. മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും. ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിയിടാമെന്ന് അവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോട്. നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടനാത്രിപാദം വന്ദിച്ചു കുമാരന്മാർ. ഒന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ. ശ്രീരാമ സീതാസുമിത്രാത്മജന്മാരുമധ ഘോരമായുള്ള മഹാകാനനമകം പൊക്കാർ. ജില്ലി ജംഘാരനാദമണ്ഡിതം സിംഹവ്യാഘ്രശല്യാദി മൃഗഗണാകീർണമാതപഹീനം. ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാം പരിശകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം. നല്ലൊരു ശരമൂരി പിടിച്ചുകൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും. പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാ മഹാമായാശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം. സീതാദേവിയും എന്നാലൊരു ഭീതിയുമുണ്ടായി വരാം. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നോരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലാമാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. കൽഹാരോത്പല കുമുദാംബുജ രക്തോത്പല ഭുല്ല പുഷ്പേന്ദീവര ശോഭിതമാച്ഛജലം. തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരുമായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം. വിരാധവധം. അന്നേരമാശു കാണായി വന്നിതു വരുന്നത് അത്യുന്നതമായ മഹാസത്വം അത്യുഗ്രാരവം ഉദ്ധൃതവൃക്ഷം
കരാളോജ്വലദംഷ്ട്രാന്വിത വക്ത്രഗഹ്വരം ഘോരാകാരമാരുണ്യനേത്രം വാമാംസ്തസ്ഥലന്യസ്തശൂലാഗ്രത്തിങ്കലുണ്ട് ഭീമശാർദൂല സിംഹമഹിഷവരാകാദി വാരണമൃഗവനഗോചരജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചുകൊണ്ടുച്ചത്തിൽ അലറി വന്നിടിനാനതു നേരം ഉദ്ധാനം ചെയ്തു ചാപമാണങ്ങൾ കൈക്കൊണ്ടാഥ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തതു രാമചന്ദ്രൻ. കണ്ടോ നീ, ഭയങ്കരനായൊരു നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ട് നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാര നീ. വല്ലഭേ ബാലേ സീതേ പേടിയായതുമെടോ വല്ല ജാതിയും പരിപാലിച്ചുകൊള്ളുവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതുമൊന്നിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും. നിഷ്ഠുരതരം അവനെട്ടാശ പൊട്ടും വണ്ണമട്ടഹാസം ചെയ്തിടിവെട്ടിയിടും നാദം പോലെ. ദൃഷ്ടിയിൽ നിന്നു കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടമാകന്ത കഷ്ടം നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം. ചാപതൂണീര ബാണവൽക്കല ജടങ്ങളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ട് മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറും അതിബാലന്മാരല്ലോ നിങ്ങൾ. കിഞ്ചിന ഭയം വിനാ ഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരുൾ ചെയ്താൻ ഇക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. രാമനെന്നെനിക്കു പേരെന്നുട പത്നീവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണനെന്നു നാമം ഇവനും മത്സോദരൻ. പൊക്കിതുവനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയം രക്ഷിപ്പാനറിക നീ. ശ്രുത്വാ രാഘവവാക്യം അട്ടഹാസവും ചെയ്ത് വക്ത്രവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ. ശക്തനാം വിരാതനെന്നെ നീ കേട്ടിട്ടില്ലേ? ഈ ത്രിലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളത്? എത്രയും മൂഢൻ ഭവാൻ എന്നിക ധരിച്ചേൻ ഞാൻ. മദ്ഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരപ്പോയാർ. നിങ്ങൾക്കു ജീവിക്കയിലാശയുണ്ടുള്ളിലെങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോവിനല്ലാകിലെനിക്കിപ്പോൾ തിങ്ങിയിടും വിശപ്പടക്കിയിടുവൻ ഭവാൻമാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ട് രാഘവനപ്പോൾ പാത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്ത്രവും പിളർന്നതിസത്വരം. നാക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചിടിനാൻ പാദങ്ങളും. ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചിടിനാനെയ്തു രാമൻ. രക്തവും പരന്നിതു ഭൂമിയിൽ അതു കണ്ട് ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിനാർ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാതൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിതാകാശമാർഗേ. സ്വർണഭൂഷണം പൂണ്ട് സൂര്യസന്നിഭകാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്തിഹാരിണം ഗൃണാകരം. രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം. ഇന്ദിരാരമണമിന്ദീവരദള ശ്യാമളമിന്ദ്രാദിവൃന്ദാരകവൃന്ദ വന്ദിത പദം.
സുന്ദരം സുകുമാരം സുഹൃതി ജനമനോമന്ദിരം രാമചന്ദ്രം ജഗതാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്ത് ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപതേ ധരാപതേ. ദുർവാസാവായ മുനി തന്നുടെ ശാപത്തിനാൽ ഗർവിതനായോരു രാത്രിഞ്ചരനായേനല്ലോ. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേനിന്നു നാഥ. സന്തതമിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരണമേ. മാനസത്തിനു ഭക്ത്യ വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം. പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം. ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം. നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം. ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടേണം. ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജാനമൂർത്തയേ നമോ. നമസ്തേ രാമായ ആത്മാ രാമായ നമോ നമഃ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം. നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ. ദേവലോകത്തിനു പോവാനായി അനുഗ്രഹിക്കേണം. ദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി അംബുജവിലോചന. സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ. ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും ബുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷന് ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ശരഭംഗ മന്ദിര പ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം ബുക്കാർ. സാക്ഷാലീശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ട് വീക്ഷ്യതാപസവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദപക്വാദികളാലാതിഥ്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ട് ശരഭംഗനുമരുൾ ചെയ്തു. ഞാനനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര. ജാനകിയോടും നിന്നെ കാൺമതിനാശയാലെ. ആർജവബുദ്ധ്യാചിരം തപസാ ബഹുതരമാർജിച്ചേനല്ലോ. പുണ്യമിന്നു ഞാനവയെല്ലാം മർത്യനായി പിറന്നോരു നിനക്കു തന്നിടിനേൻ. അദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കിയെന്നിയെ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു. ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻപദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേനന്തസന്തതം ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം. ശ്രീരാമം ദൂർവാദളശ്യാമളമംഭോജാക്ഷം ക്ഷീരവാസസം ജടാമകുടം ധനുർധരം. സൗമിത്രിസേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടുകണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു
ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധനനാകാശമാർഗേ. വിമാനങ്ങളും നിറഞ്ഞുതേ, നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ. പാകശാസനൻ പദാംഭോജവും വണങ്ങിനാൻ. മൈഥില്യ സൗമിത്രിണാതാപസഗതി കണ്ട് കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിത് കാലം കഴിഞ്ഞോരനന്തരം വൃത്രാര്യമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ. മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡദീധിതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷം തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകീദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാ ഭോഗാനന്ദ വിവശന്മാരായ അരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമതൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവർദ്ധിക്യ മൂലം ഭൂഭാരങ്ങളവാനായി ജാതനായിതു ഭുവി മാർത്താണ്ഡകുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്നു നൂനം. നാനാതാപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാചു നീ കൂടെ പോന്നിടേണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മനസ്സേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോരോ മുനി പർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും എല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോന്നിത്രയുണ്ടാവാൻ അഹോ. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം. രാമഭദ്ര നീ കേൾക്ക, മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഇദ്ദേശം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിദ്ധം കാരുണ്യപരവശചിത്തനായോരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോ നിഷ്ഠയാവസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനനായി വനവാസികളാൽ. തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദിനിയോടും അനുജനോടും കൂടി സത്സംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. സുതീക്ഷ്ണാശ്രമപ്രവേശം. വിഖ്യാതമായ സുതീക്ഷ്ണാശ്രമം മനോഹരം മുഖ്യതാപസകുലശിഷ്യ സഞ്ചയപൂർണം സർവർത്തുഗുണഗണസമ്പന്നമനുപമം സർവകാലാനന്ദദാനോദയമത്യദ്ഭുതം സർവപാദഫലതാഗുൽമസങ്കുലസ്ഥലം സർവസൽപാക്ഷിമൃഗഭുജംഗനിഷേവിതം. രാഘവനവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ
സംപ്രീതൻ രാമമന്ത്രോപാസനാരദൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. സംപൂജിച്ചരുളിനാനർഘ്യവാദ്യാദികളാൽ ഭക്തി പൂണ്ടശ്രുജലനേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പൂ ഞാൻ മൽഗുരു നിയോഗത്താൽ. ബ്രഹ്മശങ്കര മുഖ്യവന്ദ്യമാം പാദമല്ലോ നിന്മഹാമായാർണവം കടപ്പാനൊരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ, വേദ്യമല്ലൊരു നാളും ആരാലും ഭവത്തത്വം. ത്വദ്ഭക്തഭൃത്യഭൃത്യഭൃത്യനായിടണം ഞാൻ, ത്വത്പദാംബുജം നിത്യമുൾക്കാമ്പിലുദിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്ധകൂപത്തിൽ വീണ് ബദ്ധനായി മുഴുകിയിടുമെന്നെ നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. മൂത്രമാംസാമേധ്യാന്ത്രപുൽഗലപിണ്ഡമാകും ഗാത്രമോർത്തോളമതികശ്മലമതിങ്കലുള്ളാസ്ഥയാം മഹാമോഹപാശബന്ധവും ഛേദിച്ചാർത്തിനാശന ഭവാൻ വാഴുകന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്രജപരതന്മാരായ ജനങ്ങളെ ത്വന്മഹാമായ ദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്രജപ വിമുഖന്മാരാൻ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ. ദേവപാദപങ്ങളെ പോലെ വിശ്വേശ പോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മഹാത്മാനാം. നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യമെങ്ങനെ അറിഞ്ഞുപാസിപ്പൂ ഞാൻ ദയാനിധേ. അദ്യൈവ ഭവച്ചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മൽത്തപോബലവശാൽ. ത്വന്മന്ത്ര ജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായി അരൂപമായി കർമ്മണാം അഗോചരമായൊരു ഭവദ്രൂപം. ത്വന്മായാവിഡംബനരചിതം മാനുഷ്യകം മന്മഥ കോടി കോടി സുഭഗം കമനീയം. കാരുണ്യപൂർണനേത്രം കാർമുകബാണധരം സ്മേരസുന്ദരമുഖമാജിനാംബരധരം. സീതാസംയുതം സുമിത്രാത്മജ നിഷേവിത പാദപങ്കജം നീലനീരദകളേവരം. കോമളമതിശാന്തമനന്തഗുണമഭിരാമമാത്മാരാമം ആനന്ദസമ്പൂർണാമൃതം. പ്രത്യക്ഷമദ്യ മമ നേത്രഗോചരമായോരിത്തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിയിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടേണം. മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചിടിന മുനിയോട് മന്ദഹാസവും പൂണ്ട് രാഘവനരുൾ ചെയ്തു. നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പൊരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനേ. സന്തതം എന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ നിത്യം
ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. ത്വത്കൃതമേത സ്തോത്രം മൽപ്രിയം പഠിച്ചിടും. സത്കൃതി പ്രവരനാം മർത്യനു വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും. ബ്രഹ്മജ്ഞാനവുമുണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ. താപസോത്തമ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടൊരാഗ്രഹം തവാചാര്യനാമഗസ്ത്യനെ കണ്ടു വന്ദിച്ചുകൊള്ളുവാൻ എന്തതിനാവതിപ്പോൾ. തത്രൈവ കിഞ്ചിൽക്കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയുണ്ടടുത്തതുമഗസ്ത്യാശ്രമം മുനേ. യുദ്ധം രാമോക്തി കേട്ടു ചൊല്ലിനാം സുതീക്ഷ്ണനും അസ്തുതേ ഭദ്രമതു തോന്നിയതതിന്നു ഞാൻ. കാട്ടുവനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ വാട്ടമെന്നിയെ വസിക്കേണമിന്നിവിടെ നാം. ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ. യുദ്ധമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാമുനിയോടും ജാനകീദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേ ജപം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും. വന്യഭോജനം ചെയ്തന്നവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നോരു ശേഷം. അഗസ്ത്യ സന്ദർശനം. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം. സർവർത്തുഫലകുസുമാഢ്യപാതബലതാ സംവൃതം നാനാമൃഗസഞ്ചയ നിഷേവിതം. നാനാഭക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതിവൈരരഹിത ജന്തുപൂർണം. നന്ദനസമാനമാനന്ദദാനാഢ്യം മുനി നന്ദനവേദധ്വനി മണ്ഡിതമനുപമം. ബ്രഹ്മർഷി പ്രവരന്മാരമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സംഖ്യാവത്തുക്കളുമുണ്ടറ്റമില്ലാത്ത വണ്ണം. ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും. ആശ്ചര്യമോരോന്നിവ കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തടുത്തു ശുഭദേശേ. വിശ്രമിച്ചനന്തരം അരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുതീക്ഷ്ണൻ തന്നോടിനിപ്പോൾ. വേഗേന ചെന്ന് ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോരെന്നെ അങ്ങുണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നിതുപാശ്രമം. ശ്രുത്വാ രാമോക്തം സുതീക്ഷ്ണൻ മഹാപ്രസാദമിത്യുക്ത്വാ സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ. നത്വാ തം ഗുരുവരമഗസ്ത്യം മുനികുലസത്തമം രഘുത്തമ ഭക്തസഞ്ചയവൃതം. രാമമന്ത്രാർത്ഥവ്യാഖ്യാതത്പരം ശിഷ്യന്മാർക്കായി കാമദമഗസ്ത്യമാത്മാരാമം മുനീശ്വരം. ആരൂഢവിനയം കൊണ്ടാനതവക്ത്രത്തോടും ആരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനാന്താശരഥി സോദരനോടും നിജഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ധേ. നിൻ തൃക്കഴലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ. മുമ്പേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ.
ഭദ്രം തേ രഘുനാഥമാനായ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം. പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ, പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമ രാമേതി രാമമന്ത്രവും ജപിച്ചാതികോമളം കാളമേഘശ്യാമളം നളിനാക്ഷം ഇത്യുക്ത്വാ സരഭസമുദ്ധായ മുനിപ്രവരോത്തമൻ മധ്യേ ചിത്തമത്യന്തഭക്ത്യാ മുനിസത്തമന്മാരോടും നിജശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം വാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദിഷ്ട്യാ ചിരമദ്യൈവ സമാഗതം. യോഗ്യനായിരിപ്പോരിഷ്ടാതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിത് ഭവാൻ. അദ്യവാസരം മമ സഫലമത്രയല്ല മത്തപസാഫല്യവും വന്നിതു ജഗൽപതേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്ത്യാ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവുമെടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും. ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദജാതശ്രവന്നേത്രകീലാലാകുലനായ താപസവരൻ ഏകേന കരേണ സംഗൃഹ്യ രോമാഞ്ചാന്വിതം രാഘവനുടകരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മന മുനിശ്രേഷ്ഠനാശ്രിതജനപ്രിയനായ വിശ്വേശം രാമം. പാദ്യാർഘ്യാസനമധുവർക്കമുഖ്യങ്ങളുമാപാദ്യ സംപൂജ്യ സുഖമായുപവിഷ്ടം നാഥം. വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനനെ കാന്തേ ചൊല്ലിടിനാൻ. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവനെന്നു തന്നെ. സാരസാസന സകലേശ്വര ദയാനിധേ ഞാൻ അന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേനാനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. അഗസ്ത്യസ്തുതി. ലോകസൃഷ്ടിക്കു മുന്നമേകനായി ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധി വിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി തന്നുട ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷദ്വശാൽ. മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസൃതിയെന്നും ചൊല്ലും വിദ്വാൻമാരവിദ്യയെന്നും പറയുന്നുവല്ലോ. ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവൂ. നിന്നുട നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും. മഹത്തത്വവും അഹങ്കാരവും
സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്ന് സൂക്ഷ്മതന്മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്നു മനസ്സുമുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗമവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്ന് ദിവ്യനാം വിരാട് പുമാനുണ്ടായതെന്നു കേൾപ്പു. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷ തിര്യഗ്യോനി ജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘപൂർണമായുണ്ടായി വന്നു. ത്വന്മായ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനുമുണ്ടായി വന്നു. ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു, രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും. ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യവംശിച്ചു ജാഗ്രത് സ്വപ്നവും സുഷുപ്തിയും. ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകനവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായിതു ഭവാൻ. ത്വന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയ. വിദ്യയെന്നല്ലോ ചൊൽവൂ നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസേകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വദ്ഭക്തി സമ്പന്നന്മാരായുള്ളവരേകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വദ്ഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമ രഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്ത കർമ്മങ്ങളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതിസമ്പന്നന്മാരായി ഏകാന്തേ ശമദമസാധനയുക്തന്മാരായി
സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവത്കഥാശ്രവണേ രതിയുണ്ട്. തത്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വദ്ഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കണമേ ദയാനിധേ. ത്വത്പാദാബ്ജങ്ങളിലും ത്വദ്ഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പൂനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം. ഇന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും. സീതയാസാർത്ഥം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം പാണതൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമാക്കിയിടണം വൈകിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലോരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്ക പോയി. ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ. ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടനുജ്ഞ നൽകി മുനി. ജനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം. മൃത്യുഞ്ജയ പ്രോക്തമധ്യയനം ചെയ്യിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം. വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം. ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം. പശ്ചാദ്രാവണ കുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ജയ ഗുരു.